പ്രദീപിനെ വിളി. പ്രദീപ് കുറെ നേരമായി പിന്നിൽ നിൽക്കണം. പ്രദീപ് പോവാം. ഇലുമിനാട്ടി. ആ അല്ലേ, നിങ്ങൾ ഡാൻസ് കളിക്കാരുടെ എല്ലാവരും ലിറിക്സ് ഉണ്ടോ? നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഇല്ലും മിനാറ്റി വേണാ കത്തികൊണ്ട് വാശി അണ്ണൻ മീശ വച്ചൊരാട്ടപ്പുലി ഇല്ലും മിനാറ്റി. തൃപ്തിയായില്ലേ? അനുമോദിച്ചു കഴിഞ്ഞാൽ നോം അങ്ങോട്ട് പോയിക്കോട്ടെ. ഇത്രക്ക് വേണ്ടായിരുന്നു. അയ്യോ, എനിക്ക് ലേശം ജലദോഷം ഉണ്ടല്ലോ. കുഴപ്പമില്ല, ഒന്ന് കയറ്റി പിടിച്ചാൽ മതി. ആ 3 കട്ട മീതക്ക് 2 കട്ട ആയിക്കോട്ടെ. ഒരു മാസ്മരിക ശബ്ദത്തിനുടമേ ഉണ്ണിമേനോൻ. അതെ അതെ അതെ, അത് തന്നെയല്ല. നിങ്ങൾ നോക്കിക്കേ, കാറ്റത്ത് ചേലത്തുമ്പൊന്നാടിയോ കാറ്റിന്റെ കള്ളക്കണ്ണൊന്നോടിയോ, ഇങ്ങനെയൊക്കെയുള്ള വരികള് വളരെ രസകരമായിട്ട് ആ ഒരു ശൃംഗാരം അതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ നമ്പിയുടെ സിനിമകളിലും വരികൾക്കും ഇങ്ങനെ ഉണ്ട് കേട്ടോ. ആ അതെ 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 അതെ, വളരെ രസകരമായിട്ടുള്ള പാട്ടുകളുണ്ട് ശ്രീകുമാരൻ നമ്പിയുടെ. നമ്മുടെ ഇതിലില്ലേ അപ്പു, അതിനകത്തൊരു നല്ല രസം. കൂത്തമ്പലത്തിൽ വെച്ചോ, കൂത്തമ്പലത്തിൽ എന്തോ രസമുള്ള ഒരു പാട്ടാണ് അത്. രജി ശ്രുതിയും കൂടിയിട്ടൊന്ന് പാടുന്ന. പാടി നോക്കാം. ശ്രുതി റെഡി അല്ലേ? ഓക്കെ. കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞോ, കുപ്പിവള ചിരിച്ചുടഞ്ഞോ. കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞോ, കുപ്പിവള ചിരിച്ചുടഞ്ഞോ. കുളപ്പുര കല്ലിൽ വെച്ചോ പുരയ്ക്കുള്ളിൽ വെച്ചോ അരമണി നാണം മറന്നു, നിന്റെ അരമണി നാണം മറന്നു. കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞോ, നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞോ. ഈ കുപ്പികളുടെ കാര്യം കേട്ടപ്പോഴേ പിള്ളച്ചേട്ടോ നിങ്ങൾ ഈ ചായക്കട നിർത്തിയിട്ടേ വല്ല കുപ്പികളുടെ കച്ചവടം തുടങ്ങി. നല്ല സ്ത്രീകൾ വരും, വളം തുടക്കം, നല്ലൊരു ചാൻസാ. പ്രിയ ചേച്ചി ഇതൊന്നും കേൾക്കണില്ല. കുപ്പിവളയുണ്ട്, കണ്ണെഴുതി പൊട്ടും തൊട്ടുള്ള സിനിമ. മഞ്ജു വാര്യരും കൂടി അഭിനയിച്ചത്. കുപ്പിവളയും കൊണ്ട് ഇങ്ങനെ ആ ഒരു ചങ്ങാടത്തിൽ ഇങ്ങനെ പോണ സമയത്ത്
മഞ്ജു വാര്യരെ കാണുന്നതും അങ്ങനെ ഒരു പ്രണയം വരുന്നത്. മോഹൻലാലാണ് ആ പാട്ട് പാടി ഇറക്കുന്നത്. അതെ. മോഹൻലാൽ അഭിനയിക്കാത്ത ഒരു സിനിമയിൽ മോഹൻലാൽ പാടിയൊരു പാട്ടാണത്. ആ ഒരു പ്രത്യേകതയുണ്ട്. നല്ലൊരു പ്രത്യേകതയുള്ള ഒരു പാട്ടാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. നിങ്ങളുടെയൊക്കെ പ്ലാൻ എന്താ? കുപ്പിവളിയും കൺമഷിയൊക്കെ കാണിച്ച് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി എന്റെ കഞ്ഞൂടി മുട്ടിക്കാനാണോ? അങ്ങനെ അത്ര അതിക്രമം നമ്മൾ ചെയ്യുമോ? ചേച്ചിക്ക് വേറെ ഇയാളെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഇയാൾ ആരാ മുതല്? ആ ഇരിപ്പ് പ്രിയ ഇങ്ങനെ എന്ത് ചെയ്യാന്? ഒരു കാര്യം ചെയ്യാം, ആ നാടൻ പ്രണയം തോന്നിപ്പിക്കുന്ന നല്ലൊരു പാട്ട് നമുക്ക്. തെന്നി തെന്നി പമ്പ ചിരിച്ചു, ചെന്നം പിന്നം മുത്തരിച്ചു, പുഴയിൽ ചിതറി വെള്ള താമര. തെന്നി തെന്നി പമ്പ ചിരിച്ചു, ചെന്നം പിന്നം മുത്തരിച്ചു, പുഴയിൽ ചിതറി വെള്ള താമര. ഓലക്കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. ഓലക്കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. പൂവിൻ കൺകുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. ഉള്ളാലേ വിരലൊറിഞ്ഞു, മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൽ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. ഉള്ളാലേ വിരലൊറിഞ്ഞു, മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൽ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. സുബിനി, ഇത് കാവാലത്തിന്റെ വരികളാ അല്ലെ? കാവാലം എഴുതിയ വരികളാണിത്. കാവാലത്തിന്റെ പാട്ടാണ്. അതെ അതെ. കട്ടനും അല്ലേ ജോൺസൺ മാഷും. ഇവിടെ മഴയൊന്നും ഇല്ലെങ്കിലും മഴയൊന്നുമില്ലെങ്കിലും നല്ല തണുപ്പുണ്ട്. പിന്നെ കട്ടൻ അത് രുചിയും ഗുണവും മണമൊന്നും ഇല്ലെങ്കിൽ പോലും കട്ടനും കിട്ടി. അപ്പൊ ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട്, ജോൺസൺ മാഷിന്റെ പാട്ട് അത് സൂപ്പർ ആയിരിക്കണം. ആരാ പാടുന്നത്? പ്രിയങ്ക ആവട്ടെ. പ്രിയങ്ക. എന്നാ ഞാൻ പാടിയാലോ? ആ പാടും. കുങ്കുമം പൂക്കും കുന്നിന്മേലൊരു കുഞ്ഞിളം കിളി പാടുന്നു. അമ്പലം ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പാടും കൊയ്യുന്നു. വെള്ളിയാഴ്ച പുലർച്ചയോ ഉള്ളൂർ പൂങ്കൂടം കൊണ്ടുന്നു. നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രമടക്കുന്നു, നന്മ മാത്രമടക്കുന്നു. ദേവകന്യക സൂര്യതം ഗുരുമീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. മഞ്ഞളാടുന്ന പൊൻവേൽ മഞ്ഞുകോടിയൊഴുക്കുന്നു. വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു. ദേവകന്യക സൂര്യതം ഗുരുമീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. ഒരു പ്രഭാതത്തിന്റെ ഒരു നല്ല വരികള്, വരികളാണ്. നന്നായി പാടി. ചേച്ചി ഒരു കട്ടൻ പാൽക്കാരി വന്നു. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. പ്രണയമൊന്നുമല്ല, ചുമ്മാതെ കൊതു വന്നിരുന്ന പാമ്പിടിച്ച ഒരു പെണ്ണിനെ എന്തിനാ ഇങ്ങനെ പറയുന്ന എന്റെ പ്രിയ? ഇളയരാജ നല്ല പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുണ്ട്. ഇളയരാജനെ വളരെ ചുരുക്കം പാട്ടുകളേ ഉള്ളൂ, പക്ഷെ അതെല്ലാം തന്നെ വളരെ നല്ല. കാരണം ഇളയരാജ പറഞ്ഞ തമിഴിന്റെ സംഗീത സംവിധായകനാണെങ്കിലും മലയാളത്തിലും വളരെ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. രസതന്ത്രത്തിലെ ആറ്റിൻകരയോരത്ത്, അതുപോലെ ഈ കാലപാനിയിലെ പാട്ട് ഇളയരാജയാണ്. മാരിക്കൂടിനുള്ളിൽ കലം എന്ന ഇളയരാജയുടെ പാട്ട് പാടും. കാശ് കൊടുത്ത് വിടും. ഇളയരാജയുടെ പാട്ട്. പാലാഴി പാൽ പോതി സിന്ദൂരം പൂതൂതി പൊൻകുഴലോതുന്നു തെന്നും തന്നെ
ഈ പഴയ പാട്ടിന്റെ പുതിയൊരു വർഷം അടുത്ത് വന്നു ലോകയില്. അതും ഭയങ്കര ഹിറ്റായി, ആളുകളുടെ ഇടയിൽ ഭയങ്കര വൈറലായി ഈ പാട്ട് തന്നെ. അതെ 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 പുതിയ സിനിമയിൽ പുതിയ സിനിമയിൽ റീമിക്സ്. അതെ അതെ. പല ലാംഗ്വേജിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അതുപോലെ അങ്ങനത്തെ ആ ഒരു മാതൃഭാവമുള്ള പാട്ടുകളൊക്കെ കുട്ടികളെ കൂടുതൽ അങ്ങനെയാണ് അതെ, അതെല്ലാം ഫീമെയിൽ വോയിസ് ആ കേട്ടിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വളരെ ചെറിയ നമ്പർ ആണെങ്കിൽ പോലും കുറച്ചെണ്ണ ഉള്ളെങ്കിൽ ഒരു പിതൃഭാവം ഉണ്ടാക്കുന്ന ചില പാട്ടുകളുണ്ട്. നമ്മൾ ഈ ഒരു ചെറിയ കുട്ടിയുടെ ഒരു തുവൽ സ്പർശം. അപ്പൊ അത് അതായത് കല്യാണം കഴിക്കാത്ത 3 പേര് ഒരു കുട്ടീനെ കിട്ടുമ്പോ ഉണ്ടാവുന്ന ആ ഫീലാണ് ആ പാട്ടിലുള്ളത്. അതെ അതെ അതെ. ആ പാട്ടൊന്ന് പാടാമോ? അതൊന്ന് പാടി നോക്കാം അല്ലേ? ഓക്കെ. കന്നിപ്പീലി പൂവലുതുക്കും പിന്നിടിത്തേൻ കുരുന്നേ കുന്നോളം പുത്തൻ തന്നാലും വാനോരം വന്നു വിളിച്ചാലും കൈവിടാതെ വളർത്തും നിന്നെ ഈ കാഞ്ചന കൂട്ടിലുറക്കും. ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട് ചാഞ്ഞുറങ്ങാൻ ചാഞ്ചാട് ഇത്തിരി കുഞ്ഞൻ കണ്ണുറങ്ങ് വെള്ള ചിത്തിര കുഞ്ഞിൻ കരളുറങ്ങ്. ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട് വെള്ള ചാഞ്ഞുറങ്ങാൻ ചാഞ്ചാട് ഇത്തിരി കുഞ്ഞൻ കണ്ണുറങ്ങ് വെള്ള ചിത്തിര കുഞ്ഞിൻ കരളുറങ്ങ്. തായ് വേൾഡോ എന്ത് സാധനം? ചേട്ടാ ഞങ്ങളെ കൂടെ പ്ലീസ് പ്ലീസ്. ഹായ് ഹായ്. വൈറലാക്കാൻ അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതേതാ ഇത്? നീ ഏതാടാ കൊച്ചേ? നീ ഏതാടാ കൊച്ചേ? അതാദ്യം പറടാ. അവറാച്ചന്റെ മകൻ മത്തായി. അതിനാണോ എം.എ. തായ് എന്നൊക്കെ പറഞ്ഞു? തായ്. ചേച്ചിയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം അതില് വീണു. ചായ ആയിരിക്കും അല്ലേ? ചേട്ടന് ഫേമസ് ആവണമെങ്കിൽ ഇതേ തായ് ചേട്ടന്റെ വ്ളോഗ് കയറിയാൽ മതി. ഈ ചേട്ടന്റെ ചായക്കട എല്ലാം വേഗം ഫേമസ് ആവും. പണ്ടത്തെ പറഞ്ഞ KPSC ഒക്കെ നാടകഗാനങ്ങൾ നമ്മളെ ഒരാൾ പോലും മൂളാത്തവരുണ്ടാവില്ല. അത്ര രസകരമായ ഗാനങ്ങളായിരുന്നു പണ്ടത്തെ നാടകഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ. നമുക്കൊരു നാടകഗാനായാലും നന്നായിരിക്കും. സുബിനി പാടും നാടകഗാനം. പൂവാണ് തേനാണ് നീ എന്തെല്ലാം ഏന് പൊന്നാരം ചൊല്ലി മയക്കിയല്ലേ. പൂവാണ് തേനാണ് നീ എന്തെല്ലാം ഏന് പൊന്നാരം ചൊല്ലി മയക്കിയല്ലേ. പുത്തരി കൊണ്ട് നീ പുഞ്ചപരമ്പേൽ കൂട്ടിന് പോരുവാൻ കാത്തിരുന്ന് ഏനി പാട്ടൊന്ന് കേൾക്കുവാൻ കാത്തിരുന്ന്. തുമ്പപ്പൂവെയ്യണ പൂനിലാവേ ഏത് നെഞ്ച് നിറയണ പൂങ്കിനാവേ. എത്ര നാള് കൊതിച്ചിരുന്ന് നിന്നെ ഏനെന്നും തേനൂറും പൂവാണെന്ന് നിന്നെ ഏനെന്നും തേനൂറും പൂവാണെന്ന്. ഈ പാട്ടിന്റെ ശബ്ദത്തിന് പ്രത്യേകത ഉണ്ട്. ആരറിയോ? കമുകറ പുരുഷോത്തമൻ, പണ്ടത്തെ ഒരു ഗായകൻ. അദ്ദേഹം വളരെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ. പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം മറ്റുള്ള ഗായകരിൽ നിന്ന് വേറിട്ട് നിന്നൊരു ശബ്ദമായിരുന്നു കമുകറ പുരുഷോത്തമന്റെ. പിന്നെ നമ്മൾ വിരഹഗാനം പാടിയില്ലല്ലോ. അല്ല, വെള്ളേച്ച പണ്ട് ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഈ പ്രണയ കഥയൊക്കെ കുറെ പറഞ്ഞിട്ട് ഒരുപാട് പ്രണയങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് പ്രണയങ്ങൾ പറഞ്ഞ ഒരുപാട് വിരഹങ്ങൾ ഉണ്ടാവും ഒപ്പം. സ്വാഭാവികം. അതെ അതെ അതെ. ഒരു വിരഹഗാനം. അടുത്ത പാട്ട് പിള്ളച്ചേട്ടന് ഡെഡിക്കേറ്റ്. അടുത്ത പാട്ട് ഒരു വിരഹഗാനം പിള്ളച്ചേട്ടന് ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ, കൂടുതൽ വിരഹം ഉണ്ടാവാൻ ആശംസിക്കുന്നു. ഏതോ വസന്തവനിയിൽ കിനാവായി വിരിഞ്ഞു നീ പനിനീരിലെന്റെ ഹൃദയം കിനാവായി അലിഞ്ഞു പോ. അതുപോലും നിന്നിൽ
വിഷാദം പകർന്നുവോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും മൂകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ നിങ്ങളുടെ കൂടെ ഉള്ളതാണോ? അതിന് വരികൾ തുടങ്ങുന്നതൊക്കെ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിലേ അതിലെ എല്ലാ പാട്ടുകളും തുടങ്ങുന്നത് മാ എന്ന അക്ഷരം വെച്ചിട്ടാ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല അത് മാത്രല്ല മോഹൻലാല് ഒരു ഇന്നത്തെ നമ്മുടെ കംപ്ലീറ്റ് ആക്ടറുടെ തുടക്കം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള. തിരനോട്ടം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടെങ്കിൽ പോലും അത് തുടങ്ങിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള സിനിമ എന്നാ. അദ്ദേഹത്തിന്റെ പേരും മാ എന്നുള്ള അക്ഷരം കൊണ്ട് തന്നെ തുടങ്ങി. അത് മറക്കരുത് നമ്മള്. ഈ ഇപ്പോ അടുത്ത നമുക്കേ മിഴി എന്നുള്ള വാക്ക് വെച്ചിട്ട് തുടങ്ങുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗസല് പോലത്തെ ഒരു നല്ല പാട്ടി അടുത്തിടെ ഷാസമൻ പാടിയിട്ടുണ്ട്. ഷബാസമൻ. അതൊന്ന് കേട്ടു നോക്കാം. വിജയ് പാടോ? നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞ് പോയി നമ്മൾ മഴയറിഞ്ഞിൽ ഇരവറിഞ്ഞിൽ അകമഴിഞ്ഞോ നമ്മൾ തമ്മിൽ മെല്ലെ അണിയമാനെ അമരമായ ഉടൽ തുളുമ്പി തൂവി നമ്മിൽ മെല്ലെ തോണി നിറഞ്ഞ് പ്രാണൻ കവിഞ്ഞ് ഈണമായി നമ്മിൽ മെല്ലെ മായാ നദി മായാ നദി മായാ ഗസല് കേൾക്കുമ്പോഴത്തെ ഒരു സുഖം അല്ലേ, അതൊരു വല്ലാത്ത ഫീലാ. ഈ അയ്യോ തോറ്റ പ്രസിഡന്റ് പിള്ളേച്ച കടുപ്പത്തിലൊരു ചായ ആവാം. കടുപ്പത്തിലൊരു ചായ കൊടുക്കും. വിജയനല്ലേ? എന്താ കുട്ടിയെ സുഖം തന്നെയല്ലേ? സുഖം തന്നെ. പ്രസിഡന്റ് എന്തേ തോറ്റുപോയത്? ഒരു താത്വികമായ അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രതിക്രിയാവാദികളും വിഘടനവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അന്തർധാര സജീവായിരുന്നു. കേട്ടിട്ടുണ്ട്. മാത്രല്ല ബൂർഷാസികൾ തക്കം പാർത്ത് കാത്തിരിക്കുകയായിരുന്നു. കാര്യം മനസ്സിലായില്ല. ഞാൻ എന്റെ പരാജയം ഏറ്റുവാങ്ങാനുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? എല്ലാം മുമ്പിൽ അങ്ങടെ പാടുക നമ്മളങ്ങടെ. വാർത്തയുടെ സമയായി. ഇന്നിനിപ്പോ എന്തൊക്കെ പീഡനങ്ങളാണോ?
വാർത്തയെന്ന് കേൾക്കാം നമുക്ക്. ആകാശവാണി വിശാഖപട്ടണം. 200-ൽ പരം സിനിമകളിൽ അഭിനയിച്ച നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു. ശ്രീനിവാസന്റെ മരണം മലയാള സിനിമയ്ക്ക് പകരം വെക്കാനില്ലാത്ത ഒരു വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ പറഞ്ഞു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും ഞാനും കൊതിക്കാറുണ്ടെന്നും. സുഹൃത്തുക്കളെ, അല്ല എന്റെ കൂട്ടുകാരെ, ഒരു അതുല്യ കലാകാരന് വിടവാങ്ങിയിരിക്കുകയാണ്. അതിന്റെ ദുഃഖസൂചകമായി ഞാൻ കട അടയ്ക്കുകയാണ്. പ്ലീസ് അല്ല പിള്ളച്ചേട്ടാ, നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് ഓർക്കാം. കാരണം എന്താ അറിയോ, അതുല്യനായ ഒരു കലാകാരനാണ് വിടവാങ്ങിയിരിക്കുന്നത്. മ്ലാനത വേണ്ട, നമ്മളിങ്ങനെ മ്ലാനമായി ഇരിക്കേണ്ട കാര്യമില്ല. ശരിയാണ്. ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച് ഒരുപാട് ചിരിപ്പിച്ച് ഇപ്പോൾ നമ്മളെ വിട്ടുപോയൊരു നടനാണ്. അപ്പോൾ നമുക്ക് ശ്രീനിവാസനെ ഈ സമയത്ത് അനുസ്മരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ചായക്കടയുടെ നമ്മളെ ഒരു ധർമ്മമാണ്. ചായക്കടയിൽ ഈ മലയാള സിനിമയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ആളെന്നാണ് എനിക്ക് ശ്രീനിവാസനെ ഓർക്കുമ്പോൾ പറയാനുള്ളത്. ഒരു മനുഷ്യൻ തൻ്റെ പരിമിതികളും സാധ്യതകളും സ്വയം തിരിച്ചറിയാന്ന് പറയുന്നതേ ഒരു വലിയ സംഭവമാട്ടോ. സാധാരണക്കാരനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു ശരാശരി മലയാളി സമൂഹത്തിന് അതിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിന് യോജിക്കുന്നവനല്ല താൻ എന്ന് ഉത്തമ ബോധം ഉൾക്കൊള്ളുകയും തൻ്റെ കലാജീവിതത്തിൽ ആ ബോധം തൻ്റെ ഉപകരണവും ആയുധവും ഒക്കെ ആക്കി മാറ്റിയ ഒരു അതുല്യ നടനാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസക്തി. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവുകളുടെ പരമാവധി എല്ലാ മേഖലകളിലും, കഥയിലായാലും തിരക്കഥയിലായാലും അഭിനയത്തിലായാലും അങ്ങനെ സാധ്യമായ എല്ലാ സിനിമാ മേഖലകളിലും ഉപയോഗിച്ച ഒരു മഹാപ്രതിഭ എന്നാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് പറയേണ്ടത്, അല്ലേ? അല്ല, അത് മാത്രമല്ല, ശ്രീനിവാസൻ അഭിനയിച്ച സിനിമയിൽ ഏത് റോൾ വേണമെങ്കിൽ ശ്രീനിവാസൻ എടുക്കാം. പക്ഷേ ഒരു പുരുഷന്റെ മാനസിക വൈകല്യങ്ങളും ബലഹീനതകളും ഒക്കെ സ്വയം ഏറ്റെടുത്തിട്ട് കാണികളുടെ ഇടയിൽ വളരെ വലിയൊരു ഹീറോയി മാറിയ ഒരു നടനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. നമ്മളോട് നാളത്തെ ലോകം ചോദിക്കുകയാണ്, ആരായിരുന്നു ശ്രീനിവാസൻ? ഒറ്റ വാക്കിൽ, ഒരു വാചകത്തിൽ മറുപടി പറയൂ എന്ന് പറയുകയാണെങ്കിൽ ഇത്രേ പറയാനുള്ളൂ: മുഖക്കണ്ണാടിയിൽ നോക്കിയുള്ള വലിയൊരു പൊട്ടിച്ചിരി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മ്ലാനമായി ഇരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അദ്ദേഹം സൃഷ്ടിച്ചു തന്ന ചിന്തയുടെ, ചിരിയുടെ ഒരു വലിയ ലോകമാണുള്ളത് നമുക്ക്. സത്യത്തിൽ ആഘോഷമായി നമ്മൾ അദ്ദേഹത്തെ യാത്രയാക്കിയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ പാടാൻ പറ്റിയ നല്ലൊരു പാട്ട് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള സിനിമയിലെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, ആ പാട്ടൊന്ന് പാടിയാലോ? ഞാൻ പാടാം. സണ്ണിൽ പാടോ? എന്നാ സണ്ണിൽ പാടോ? അത് പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം. എന്താ പാട്ട്! അത് അവരുടെ ആ കോംബോ തന്നെ. സത്യനന്ദിക്കാടിന്റെ സംവിധാനം, ശ്രീനിവാസന്റെ തിരക്കഥ,
എത്ര ഹിറ്റുകളാണ് മലയാളത്തിൽ വന്നിറക്കണം നമുക്ക് പറയാൻ. അതുപോലെ വന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ക്യാരക്ടറാണ് ദാസ. എന്താ ദാസനും വിജയനും. ദാസനും വിജയനും അല്ലേ? നമുക്ക് അതിലത്തെ ഒരു പാട്ടാണ് ഡോക്ടറെ. കരകാണ കടലിലെ മേലെ എന്നുള്ള പാട്ട്. നാടോടിക്കാറ്റ് സിനിമ. നാടോടിക്കാറ്റ്. കരകാണ കടലിലെ മേലെ മോഹത്തിൻ പൂങ്കുരു വിറന്നേ, അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. കടയിൽ നടക്കണ്ടായോ? കരകാണ കടലമേ മോഹപ്പൂങ്കുരുവി പറന്നേ, കരകാണ കടലമേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. കടലമേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ.